ഗലാത്യ ലേഖനം 5-ാം അധ്യായം. അതിനു മുൻപുള്ള അധ്യായങ്ങളിൽ നാം പഠിച്ച ഉപദേശ വിഷയങ്ങളുടെ പ്രായോഗിക വശവും അതേ സമയത്ത് ഉപദേശത്തിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള പ്രബോധനം കൂടെയാണ്. 5-8 നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ ശ്രദ്ധിച്ചത്. 5-8 ഓർപ്പിക്കുന്നത്, ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മൾ പാടില്ലാത്ത രീതിയിലുള്ള ആളുകളുമായിട്ട് കൂട്ടുകെട്ടിൽ പോയാൽ അവർ സാമം, ദാമം, ദണ്ഡം ഭേദം ഉപയോഗിച്ച് അവരുടെ ഉപദേശം, അവരുടെ ആഗ്രഹപ്രകാരമുള്ള നടപ്പ്, അവരുടെ കാഴ്ചപ്പാടിനുള്ള നടപ്പ്, അത് നമ്മളെ കൊണ്ട് അനുസരിപ്പിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനം 1:1 വളരെ വ്യക്തമായിട്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാൻ പാടില്ല, പാപികളുടെ വഴിയിൽ നിൽക്കാൻ പാടില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ യാതൊരു രീതിയിലുമുള്ള കോണ്ടാക്ട് പാടില്ല എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മിൽ എല്ലാവരും എന്ന് പറയാൻ സാധിക്കത്തില്ല, എന്നാൽ നമ്മിൽ പലർ സാരമില്ല, കുഴപ്പമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ എത്തിയിരിക്കുകയാണ്. ഇത് കോമൺ വിശ്വാസികളുടെ ഇടയ്ക്ക് കാണാം. അതേസമയത്ത് വിഷയം നല്ലതുപോലെ അറിയാവുന്ന ആളുകളുടെ ഇടയ്ക്ക് പോലും കാണാൻ സാധിക്കും. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, സങ്കീർത്തനം 1:1 ദൈവവചനമാണ്. സാരമില്ല എന്നുള്ളത് മനുഷ്യന്റെ വചനമാണ്. സാരമുണ്ട് എന്നുള്ളത് ദൈവവചനമാണ്. സാരമുണ്ട് എന്ന് ദൈവവചനം പറയുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനം തന്നെ പറയുന്നത്, അത് മലയാളത്തിൽ മടിയിൽ തീ വെക്കുക എന്നാണ്, ഇംഗ്ലീഷിൽ ബൂസമിൽ തീക്കനൽ വെക്കുക എന്നാണ്. തീക്കനൽ എടുത്ത് അവനവന്റെ ശരീരത്തിൽ വെച്ചു കഴിഞ്ഞാൽ പൊള്ളാതിരിക്കുന്നവൻ ആരുമില്ല. സങ്കീർത്തനം 1:1 ലംഘിച്ചു കഴിഞ്ഞാൽ പരിണിത ഫലം കാണാത്ത ആരുമില്ല. ഇത് തന്നെ ഇവിടെ ഗലാത്യർ 5:8 ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, നിങ്ങളെ കൊണ്ട് അനുസരിപ്പിച്ചു. പാടില്ലാത്ത ആളുകളുമായിട്ട് നിങ്ങൾ കൂട്ടുകെട്ടിന് പോയി. ന്യായപ്രമാണവും കൃപയുടെ സുവിശേഷവും ന്യായപ്രമാണത്തിന്റെ സന്ദേശവും കൂട്ടിക്കലർത്തുന്ന ആളുകളുമായിട്ട് നിങ്ങൾ കൂട്ടുകെട്ടിന് പോയി. അവർ നിങ്ങളെ അനുസരിപ്പിച്ചു. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം. നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെ ഒത്തിരി സൂക്ഷിക്കണം. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ബാലസംഘത്തിന്റെ ടീനേജ് ക്യാമ്പിലായിരുന്നു. ടീൻ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 തൊട്ട് 19 വരെ പ്രായമുള്ള ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. അതിൽ നിന്ന് പിന്നെയും ഈ ഫീലിംഗ് കൊണ്ടാണ് ഞാൻ മടങ്ങി വന്നിരിക്കുന്നത്. പേരൻസ് കുട്ടികളോട് ബൗണ്ടറീസ് പറഞ്ഞു കൊടുക്കുന്നില്ല. ബൗണ്ടറി കെട്ടുക മാത്രമല്ല, അത് എന്തുകൊണ്ട് ആ ബൗണ്ടറി കെട്ടുന്നെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നമ്മൾ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് അനുസരിപ്പിക്കാൻ വേണ്ടി ലോകം തുടർമാനമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്ന് സൂക്ഷിച്ച് അകന്ന് നിൽക്കണം. ഗലാത്യർ 5:9 ആ വിഷയത്തിന്റെ ആപത്ത് മറ്റൊരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു. ഗലാത്യർ 5:9 അത് ഓർപ്പിക്കുന്നത്, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. ഇത് അന്നത്തെ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്നത്തെ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. ശകല ഈസ്റ്റ് കംപ്ലീറ്റ് മാവിന്റെ അകത്ത് ചേർത്താൽ മതിയല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അത് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ദൈവവചനം ഓർപ്പിക്കുന്നത്, തിന്മ ഈസ്റ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ അതിന്റെ ഒരു ചെറിയൊരു amount മതി. ഇൻഫാക്ട് പഴയ നിയമത്തിൽ എല്ലാ രീതിയിലുമുള്ള പുളിപ്പ് മാറ്റി ചില ഫെസ്റ്റിവൽ
യഹൂദന്മാര് അവര് സെലിബ്രേറ്റ് ചെയ്യണമായിരുന്നു. പുതിയ നിയമം വന്നപ്പോഴത്തേക്ക് പുളിമാവ് എന്നുള്ളത് അല്ലെങ്കിൽ ലെവൻ എന്നുള്ള വാക്ക് കുറെ കൂടെ അർത്ഥം എടുത്തിരിക്കുകയാണ്. പുതിയ നിയമത്തിൽ ലെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുമുള്ള പാപവും എല്ലാ രീതിയിലുള്ള അശുദ്ധ ജീവിതത്തെയും കാണിക്കുന്നു. ദൈവവചനം ഓർപ്പിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, അസാരം പുളിമാവ് മതി പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് വിശ്വാസികൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, പുളിമാവ് ഒരു കണ്ടീഷനിൽ വരാൻ പാടില്ലെങ്കിൽ നമ്മൾ പാടില്ലാത്ത ഫെലോഷിപ്പ് പാടില്ല. ഇംഗ്ലീഷിൽ ഒരു പറച്ചിലുണ്ടല്ലോ, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടെംപ്റ്റ്. നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു കഴിയുമ്പോൾ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഷോക്ക് തോന്നത്തില്ല. അത് ജീവിതത്തിന്റെ എല്ലാ വശത്തെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഡോക്ട്രീനാണ്. ഈ എക്സ്ട്രീം പ്രൊഫഷനിൽ ജോലി ചെയ്യുന്ന പലരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മനുഷ്യരെ തൂക്കിക്കൊല്ലുന്ന ആളുകൾ, അവരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല, എന്നാൽ അവരുടെ ഇന്റർവ്യൂസ് വായിച്ചിട്ടുണ്ട്. അതുപോലെ ഡെഡ് ബോഡീസ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാ രീതിയിലുമുള്ള ഡെഡ് ബോഡീസ് ഡിസെക്ഷൻ ചെയ്യുന്ന ആളുകളുടെ ഇന്റർവ്യൂസ് വായിച്ചിട്ടുണ്ട്, ചിലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആർമിയില് ഈ എക്സ്ട്രീമായിട്ടുള്ള ഈ പ്രൊഫഷനുള്ള ആളുകളുണ്ട്. അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ടിൽ പോവുക, കാണുന്നവരെയൊക്കെ കൊല്ലുക. അങ്ങനെയുള്ള ആളുകളുമായിട്ട് ചിലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുമായിട്ട് വളരെയധികം ഇടപെട്ടിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ എല്ലാറ്റിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം, എത്ര എക്സ്ട്രീമായിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മൾ തുടർമാനമായിട്ട് അതുമായിട്ട് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള അറപ്പ്, നമ്മുടെ മനസ്സിലുള്ള ഭയം, അത് തെറ്റാണെന്നുള്ള ഫീലിംഗ് അത് ഇല്ലാതെയാകും. ആത്മീക ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. ആത്മീക ജീവിതത്തിൽ ഒരു ശകലം പുളിമാവ് നമ്മൾ അലൗ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ശകലമല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കും. ആൻഡ് ഫൈനലി പിണ്ടം മുഴുവൻ പുളി ആയി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന, അയ്യോ വലിയ നാശം ആയല്ലോ എന്ന്. ഉപദേശ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഉപദേശ വിഷയങ്ങളിൽ ഒരു ശകലം പോലും ഡീവിയേഷൻ, വ്യതിചലനം അനുവദിക്കാൻ പാടില്ല. അത് അനുവദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം വളരെ അധികമായിരിക്കും. ഈ ആഴ്ച ഞാൻ അത് വളരെയധികം കണ്ടു, കേട്ടു. പലരെന്നെ പ്രബോധിപ്പിച്ചു. ആക്ച്വലി ബാലസംഘം ക്യാമ്പിൽ ഞാൻ 3 വിഷയങ്ങൾ എടുത്തിരുന്നു. ഒന്ന് ബൈബിൾ ആൻഡ് സയൻസ്. ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ് വിഷയങ്ങളാണ്. ബൈബിൾ ആൻഡ് സയൻസ്, ബൈബിൾ വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാര്, വേദപുസ്തക ക്യാനോൺ എന്നുള്ള വിഷയം ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞ് സാർമാരിൽ പലര്, ലീഡേഴ്സിൽ പലര് വന്ന് വ്യക്തിപരമായിട്ട് എന്നോട് സംസാരിച്ചു. അവരെല്ലാം പറഞ്ഞത്, ബ്രദറെ, വേദപുസ്തക ക്യാനോൺ വിശ്വസനീയമായ ഒരു ഗ്രന്ഥമല്ല എന്ന് കേട്ട് നമ്മുടെ ഇടയ്ക്കുള്ള ആളുകൾ, ബൈബിൾ ടീച്ചേഴ്സ്, സുവിശേഷകന്മാര്, ഇവരൊക്കെ വേദപുസ്തക ക്യാനോണിനെതിരെ സംസാരിക്കുന്നു. ഇത് എവിടുന്ന് തുടങ്ങിയതാണ്? വേർപാടുകാരുടെ പല ബൈബിൾ സ്കൂൾസിൽ, എല്ലായിടത്തും ഇല്ല, പല ബൈബിൾ സ്കൂൾസിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്, വേദപുസ്തകം വിശ്വസനീയമല്ലെന്ന്. അങ്ങനെ അങ്ങ് ഡയറക്റ്റ്ലി അല്ല പഠിപ്പിക്കുന്നത് ഇൻഡയറക്ട്ലി ആണ്. എന്നാൽ പുളിമാവ് ഡയറക്റ്റ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് ആണെങ്കിൽ പുളിച്ചു പോകും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ചോദിച്ചെന്നിരിക്കുക, എന്തുകൊണ്ട് ഈ ടീച്ചിങ് നിർത്തുന്നില്ല? നിർത്താത്ത കാരണം, ലീഡർഷിപ്പിലുള്ള പലർ ബൈബിളിന്റെ ആധികാരികതയെ, ബൈബിളിന്റെ കാനോനികതയെ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാത്തത് കൊണ്ട് അവർ
അവരുടെ അണ്ടറിലുള്ള ടീച്ചേഴ്സിനെ അങ്ങനെ പഠിപ്പിക്കാൻ അനുവദിക്കും. അങ്ങനെ അവിടുന്ന് പഠിച്ചിറങ്ങുന്ന ബൈബിൾ ടീച്ചേഴ്സ് അതുപോലെ തന്നെ പോയി കുട്ടികളെ പഠിപ്പിക്കും. ഈ കുട്ടികൾക്ക് വേദപുസ്തകത്തിൽ വിശ്വാസം ഇല്ലാതെയായി മാറും. വേദപുസ്തകം വളരെ വ്യക്തമാണ്. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും അത് ഒരുപോലെ സീരിയസ് ആയിട്ട് പഠിപ്പിക്കണം. അല്ലാതെ ചെറുതാ അത് അവഗണിക്കാമെന്ന് പറഞ്ഞ് വിടാൻ പാടില്ല. ഈ പുളിമാവിനെ കുറിച്ച് ദൈവവചനം പലയിടത്ത് പറയുന്നുണ്ടെന്ന കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ആൻഡ് പുളിമാവ് പോലെ ഈ ദുരുപദേശം സ്പ്രെഡ് ആകും എന്ന് ദൈവവചനം പറയുന്നു എന്ന് ഓർപ്പിക്കട്ടെ. വായിക്കുന്നില്ല എന്ന വാക്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നോട്ട് ചെയ്യുന്നവര് ഒന്ന് നോട്ട് ചെയ്താൽ നല്ലതായിരിക്കും. 1 കൊരിന്ത്യർ 5:6-7. 1 കൊരിന്ത്യർ 5:6-7. 2 തിമോത്തിയോസ് 2:17. ഹുമിനിയോസും ഫിലേത്തസിനെ കുറിച്ചുള്ള വാക്യം അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. മത്തായി ഡോക്ടർ സനീഷ് കമന്റ് ബോക്സിൽ ഈ വാക്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു റിക്വസ്റ്റ്, ദൈവജന ഈ വാക്യങ്ങൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് ഒരു പ്രാവശ്യം അതൊന്ന് വായിക്കണം എന്നാണ്. മത്തായി 16:6 കർത്താവ് തന്നെ പറഞ്ഞു പരീശന്മാരുടെ പുളിമാവിൽ നിന്ന് സൂക്ഷിക്കണമെന്ന്, അതിനെക്കുറിച്ച് സൂക്ഷിക്കണമെന്ന്. അതേ കാര്യം കർത്താവ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. മർക്കോസ് 8:15 നമ്മൾ അത് തന്നെ കാണുന്നു. മർക്കോസ് 8:15. ലൂക്കോസ് 12:1 നമ്മൾ അതേ കാര്യം കാണുന്നു. ഇതല്ലാതെയും കർത്താവ് പല പ്രാവശ്യം ഓർപ്പിച്ചു. വിശ്വാസികളായ നാം ഈ വിഷയങ്ങളിൽ കുറച്ച് ലൂസ് മനോഭാവം കാണിച്ചതിന്റെ പരിണിത ഫലം ഇന്ന് ദൈവജനത്തിന്റെ മധ്യേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് വിശുദ്ധ തിരുവെഴുത്താണ്. വിശുദ്ധ തിരുവെഴുത്ത് മനുഷ്യർ എഴുതിയതും മനുഷ്യർ ഗ്യാദർ ചെയ്തുമായ ഒരു ഗ്രന്ഥമായിട്ട് ധാരാളം ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇത് പിന്നെ വിശ്വസിക്കേണ്ട ആവശ്യം എന്താണെന്ന് നമ്മുടെ അടുത്ത തലമുറ പറയും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിൽ ഓരോരുത്തർ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് ചെയ്യണം എന്ന് ഓർപ്പിക്കട്ടെ. ഗലാത്യ വിശ്വാസികളോട് അത് പറയാൻ കാരണം, ഗലാത്യയിൽ കൃപയുടെയും വിശ്വാസത്തിന്റെ ഉപദേശത്തെ കർമ്മത്തിന്റെ ഉപദേശവുമായിട്ട് റീപ്ലേസ് ചെയ്തു. അതൊരു പുളിമാവാണ്. അധികം താമസിക്കാതെ കൃപയുടെ സന്ദേശത്തെ എല്ലാവരും മറന്നു പോകും എന്നാണ് ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്. ആക്ച്വലി മറന്നുപോയി. മുന്നോട്ട് നമ്മൾ പഠിക്കുമ്പം ആ കൃപയുടെ സന്ദേശത്തെ മറന്ന് അവരുടെ ജീവിതത്തിൽ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. സോ ഗലാത്യ ന്യായപ്രമാണമായിരുന്നു പുളിമാവ്, പ്രത്യേകിച്ച് പരിച്ഛേദനയായിരുന്നു പുളിമാവ്. വേർപാട് വിശ്വാസികളുടെ മധ്യേ ഓരോ സ്ഥലത്ത് ഓരോന്നാണ് പുളിമാവ്. ഞാൻ ഈ ദിവസങ്ങളിൽ ഇടപെടുന്ന സമൂഹത്തിൽ വേദപുസ്തക ക്യാനോണിനെതിരെയുള്ള ഉപദേശങ്ങളാണ് പുളിമാവായിട്ട് ഞാൻ കാണുന്നത്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ കുട്ടികളൊക്കെ കോളേജസിലും സ്കൂൾസിലും കോളേജസിലും പോയി പഠിക്കുമ്പോൾ ബൈബിളിന്റെ വിശ്വസനീയതയ്ക്ക് എതിരെ നമ്മുടെ ആളുകൾ തന്നെ സംസാരിക്കുന്നതാണ് അവരുടെ ജീവിതത്തിൽ പുളിമാവായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഏത് സമൂഹത്തിൽ നാം ജീവിക്കുന്ന ഏത് സമൂഹത്തിൽ ഏത് രീതിയിലുള്ള പുളിമാവാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി നമ്മിൽ ഓരോ വിശ്വാസിയും അതിനെതിരെയുള്ള പ്രതിവിധി
ചെയ്യേണ്ടത് ആവശ്യമാണ്. 5:10 ഗലാത്യ ലേഖനം 5:10 നമ്മൾ വായിക്കുന്നത്, നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. ഇത് വേർപാടുകാരായ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. ഈ ഭിന്നാഭിപ്രായം ഏതാണ്ട് നമ്മുടെ ജന്മാവകാശമാണ്. ബൈബിൾ ടീച്ചിങ്ങിൽ ഇരിക്കുന്നവർക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യം, ഏത് വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ദൈവവചനം എടുത്ത് അത് അതുപോലെ പറഞ്ഞാൽ തന്നെ അതിനെ എതിർക്കാൻ ആളുകൾ ഉണ്ടാകും. ഒരു സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആത്മീകത്വം, ജഡീകത്വം, ആത്മീക പക്വതയില്ലായ്മ എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഒരു സഹോദരൻ അറിയണം, ഈ വിശ്വാസികളെ ജഡീകൻ എന്ന് പറയുന്നത് ശരിയോ? ആക്ച്വലി അതിന്റെ മറുപടി ആ ബ്രദറിന്റെ മുൻപിൽ തന്നെ ഉണ്ട്. ഞാൻ പിന്നെ പറയേണ്ടി വന്നു, ഏതെങ്കിലും വിശ്വാസിയോടോ ജഡീക എന്ന് വിളിക്കുന്നത് ശരിയല്ല, ബഹുമാനം ഇല്ലാതെ ഒരു വിശ്വാസിയോട് സംസാരിക്കുന്നത് ശരിയല്ല. എന്നാൽ വിശ്വാസികളെ ജഡീകരന് ഞാനല്ല പറഞ്ഞത്, താങ്കളുടെ കയ്യിലുള്ള ബൈബിൾ അങ്ങോട്ട് തുറന്ന് 1 കൊരിന്ത്യർ 3-ാം അധ്യായം വായിക്കാൻ പറഞ്ഞു. 3-ാം അധ്യായം വായിച്ചപ്പോൾ നിങ്ങൾ ജഡീകർന്ന് ദൈവവചനം പറയുന്നു. ഞാൻ ചോദിച്ചു, ദൈവവചനം ഒരാളെ ജഡീകൻ എന്ന് വിളിക്കുന്നു എങ്കിൽ അങ്ങനെ വിളിക്കുന്നത് ഞാൻ വിളിക്കണ്ട, നിങ്ങൾ വിളിക്കണ്ട എന്നൊരു വിശ്വാസി അങ്ങനെ ലേബൽ ചെയ്യുന്നത് ശരിയോ തെറ്റോ? ദൈവത്തോട് പറയാൻ പറഞ്ഞു. കർത്താവെ, അത് വലിയ തെറ്റായിപ്പോയി, ഒരിക്കലും അങ്ങനെ വിശ്വാസികളെ വിളിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ഈ ടീച്ചിങ് മിനിസ്ട്രി ആയതുകൊണ്ട് ഇവിടെ ചെന്നാൽ ഇങ്ങനെയുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാകും. ഏത് വിഷയം പഠിപ്പിച്ചാലും എന്ത് പഠിപ്പിച്ചാലും ദൈവവചനത്തിലെ ഉദ്ധരണി എടുത്ത് ആ ഉദ്ധരണി പറഞ്ഞാൽ ആ ഉദ്ധരണിക്കെതിരെ അവര് സംസാരിക്കും. അതുകൊണ്ടാണ് ദൈവാത്മാവ് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് ഭിന്ന അഭിപ്രായം ഉണ്ടാകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. കർത്താവിൽ ഉറച്ചിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ ശരീരത്തിന്റെ അംഗങ്ങളാണ്, ഞാൻ ആ ശരീരത്തിന്റെ അംഗങ്ങളാണ്. അതുകൊണ്ട് ആ ശരീരത്തിന്റെ അംഗങ്ങളായതുകൊണ്ട് അംഗങ്ങൾ ഏത് രീതിയിൽ സംസാരിക്കണം ആ രീതിയിലേ നിങ്ങൾ സംസാരിക്കത്തുള്ളൂ എന്ന് ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇവിടെ ദൈവാത്മാവ് പൗലോസിനെ കൊണ്ട് പറയിപ്പിച്ചത്. അത് പറഞ്ഞു കഴിഞ്ഞ് അത് എടുത്തു പറയേണ്ടത് ആവശ്യമാണ്. ഗലാത്യയിലും ഇതേ പ്രശ്നമായിരുന്നു. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എതിർക്കും, എങ്ങനെങ്കിലും ഒന്ന് എതിർക്കണം. അതെന്തുകൊണ്ടാന്ന് ഞാൻ ഇപ്പൊ പറയുന്നതിന് മുമ്പ് ഓർപ്പിക്കട്ടെ. എന്നാൽ നിങ്ങളെ കലക്കുന്നവർ ആരായാലും ശിക്ഷാവിധി ചുമക്കും. വിശ്വാസികളുടെ മധ്യേ ദുരുപദേശം പ്രചരിപ്പിക്കുന്ന ആളുകൾ കുറെ സമയത്തേക്ക് വലിയ ഹീറോസ് ആയിട്ട് അവരെ തന്നെ കാണും, അവരെ തന്നെ പ്രദർശിപ്പിക്കും. എന്നാൽ ദൈവവചനത്തെ കോട്ടിക്കളയുന്നവർക്കുള്ള ശിക്ഷാവിധി അത് വളരെ സീരിയസ് ആയിട്ടുള്ള ശിക്ഷാവിധിയാണ്. ഒരു സർജിക്കൽ തിയേറ്ററിൽ എല്ലാ രീതിയിലുള്ള അണുക്കളെ വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഫ്യൂമിഗേറ്റ് ചെയ്ത് അസെപ്റ്റിക് അണുക്കളില്ലാത്ത കണ്ടീഷനിൽ സർജറി ചെയ്യുമ്പോൾ ഒരാൾ മനഃപൂർവം അണുക്കളെയും കൊണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ താൻ എന്തോ ഒരു കുറ്റമാണ് ചെയ്യുന്നത്. ദൈവവചനം ഓർപ്പിക്കുന്നത് വിശ്വാസികളെ ഉപദേശ വിഷയങ്ങളിൽ കലക്കി കളയുന്നവർ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. അവർ ആരായാലും ശിക്ഷാവിധി ചുമക്കും എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ഞാൻ ഇടയ്ക്ക് വിട്ട ഒരു വിഷയമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഭിന്നാഭിപ്രായങ്ങൾ? വിശ്വാസികൾ, അവിശ്വാസികൾ പോട്ടെ, ദുരുപദേഷ്ടാക്കന്മാർ പോട്ടെ, വിശ്വാസികൾ തന്നെ എന്തുകൊണ്ടാണ് ഒരാൾ ഒരു വിഷയം പഠിപ്പിക്കുമ്പം ഒരു ഭിന്നാഭിപ്രായം കൊണ്ടുവരുന്നത്? എന്തുകൊണ്ടാണ് ആരെന്ത് പഠിപ്പിച്ചാലും ഞാൻ അതിന് ഒരു
വിരോധമായി ഒരു ചോദ്യം ചോദിച്ചില്ലെങ്കിൽ എനിക്കെന്തോ എൻ്റെ പേഴ്സണാലിറ്റിയിൽ എന്തോ കുറവുണ്ട് എന്ന് വിശ്വാസികൾ ചിന്തിക്കുന്നത് നമ്മുടെ ജഡമാണ് അതിന് കാരണം. ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈയും കാലുമല്ല. ദൈവവചനം ജഡം എന്ന് പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇവിടെ ഞാൻ ജഡം എന്ന് ഉപയോഗിച്ചത് നമ്മിലുള്ള പാപ സ്വഭാവത്തെ കുറിച്ചാണ്. റോമാലേഖന 7-ാം അധ്യായം ആ പാപ സ്വഭാവത്തെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ടല്ല. ആ ജഡം എങ്ങനെയാണെങ്കിലും ദൈവവചനം ആര് പഠിപ്പിച്ചാലും ഒരു ഭിന്ന അഭിപ്രായം വിശ്വാസികളുടെ മധ്യേ ഉന്നയിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നു. ആൻഡ് വിശ്വാസികളായ നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ കാണുവാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ വർത്താനത്തിൽ, അവരുടെ സംസാരത്തിൽ പെടരുത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ ക്യാമ്പുകളിലും കോൺഫറൻസസിലും ഒത്തിരി അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ അറിയാം അതിൽ ചില പെർമനന്റ് ചോദ്യക്കാരും പെർമനന്റ് ഭിന്നാഭിപ്രായക്കാരുണ്ട്. അതില് ഒരാള് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഒരു A4 സൈസ് പേപ്പറിൽ ക്ലാസ് എടുക്കുന്നതിന് മുൻപ് തന്നെ ഭിന്ന അഭിപ്രായത്തിന്റെ ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്തിഞ്ഞു കൊണ്ടുവരികയാണ്. യാതൊരു കഴമ്പില്ലാത്ത ചോദ്യങ്ങൾ. എന്നാൽ എങ്ങനെയെങ്കിലും ദൈവവചനത്തിനെതിരെ സംസാരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ബൈ ഫോഴ്സ് നിർമ്മിച്ച ചോദ്യങ്ങൾ, അത് മറുപടി അർഹിക്കുന്നില്ല എന്ന ബൈ ചാൻസ് അവർ പബ്ലിക്കലി ചോദിച്ചു പോയെങ്കിൽ അത് മറ്റു വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്ന കാര്യമാണ്. സാധാരണ ഞാൻ ചെയ്യുന്നത്, എനിക്കുണ്ട് കുറെ പെർമനന്റ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്നിടത്ത് ഈ പേപ്പറും കൊണ്ടുവരുന്നത്, അല്ലെ വന്നുകൊണ്ടിരുന്നവര്. അപ്പൊ ആ പേപ്പർ കാണുമ്പം ബ്രദറെ ആ പേപ്പർ ഇങ്ങനെ തന്നേരെ ഞാനൊന്ന് ചിന്തിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു രീതിയിൽ അവരെ ട്രാപ്പ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ ഇങ്ങ് വാങ്ങിക്കും. അത് പബ്ലിക്കിൽ ചോദിക്കാൻ അനുവദിക്കാറില്ല. സാധിക്കുമ്പോഴൊക്കെ, എപ്പോഴൊന്നും സാധിക്കത്തില്ല. ഭിന്നാഭിപ്രായം അത് ദൈവജനത്തെ ഡിസ്ട്രോയ് ചെയ്യുന്ന കാര്യമാണ് എന്ന് ഓർപ്പിക്കട്ടെ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതൊരു കോമൺ ഒരു കാര്യമാണ്. അങ്ങനെയുള്ളവരെ പബ്ലിക്കലി സംസാരിക്കാൻ ഒക്കെ വന്നെങ്കിൽ അനുവദിക്കരുത്. ഈയിടെയും എനിക്ക് അങ്ങനെയുള്ള പലരുടെ വാട്സാപ്പ് വഴി ചോദ്യം കിട്ടി. ഓക്കെ, നിങ്ങളുടെ ചോദ്യം എല്ലാം ഇങ്ങനെ ഓഡിയോ ആയിട്ട് അയച്ചു തന്നേരെ ഞാൻ അതിന് മറുപടി പറയാം. അങ്ങനല്ല, അവർക്ക് ഡയറക്ട്ലി വന്ന് വാദപ്രതിവാദം ചെയ്യണം. ഐ സെഡ് നോ. ആത്മീക വിഷയങ്ങൾ വാദപ്രതിവാദത്തിനുള്ളതല്ല. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞ് അതിൻ്റെ മറുപടി ആധികാരികമായിട്ട് നിങ്ങൾക്ക് തരുന്ന, അതിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ബാക്കി അത് ദൈവസഭയുടെ രീതിയല്ല. ഈ വാദപ്രതിവാദം ദൈവസഭയുടെ രീതിയല്ല എന്ന് ഓർപ്പിക്കേണ്ടി വന്നു. ബ്രദേഴ്സ്, ഈ വിഷയത്തെക്കുറിച്ച് ദൈവവചനം ധാരാളം കാര്യങ്ങൾ പറയുന്നു. ചില വാക്യങ്ങൾ, വളരെ സീരിയസ് ആയിട്ടുള്ള ചില വാക്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന പ്രാവശ്യമെങ്കിലും വായിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഒന്നാമത്തേത് റോമാലേഖനം 16:17-18. ഇങ്ങനെയുള്ള ആളുകളെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 16:17-18. 2 തെസ്സലോനിക്കർ 3:6. 2 തെസ്സലോനിക്കർ 3:6. റോമാലേഖനം പറയുന്നത് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കംപ്ലീറ്റ്ലി നമ്മൾ മാറി നിൽക്കണം എന്നാണ്. തെസ്സലോനിയറിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറണം എന്നാണ്. നിങ്ങൾ ചോദിച്ചു എന്നിരിക്കുന്ന സഹോദരനിൽ നിന്ന് മാറി നിൽക്കുന്നു. സഹോദരനോട് എതിരൊന്നുമല്ല, സഹോദരനോട് വെറുപ്പൊന്നുമല്ല. എന്നാൽ ഒരു സഹോദരൻ പുളിമാവ് പോകുന്നിടത്തെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ആ സഹോദരനിൽ നിന്ന് ഒരു സെപ്പറേഷൻ ആവശ്യമാണെന്ന് ദൈവവചനം പറയുന്നു. കോവിഡിന്റെ സീസണിൽ നമ്മളെല്ലാം മാസ്ക് വെച്ചത്
മറ്റുള്ളവർക്ക് മുഖം കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, അണുക്കളെ അകറ്റി നിർത്തുവാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് ഈ പുളിമാവിന്റെ കാര്യം, ദുരുപദേശത്തിന്റെ കാര്യം. ദൈവവചനം പറയുന്നത് അതിൽ നിന്ന് അകന്നു നിൽക്കണം എന്നാണ്. 2 തെസ്സലോനിക്കർ 3:14-15, 2 Thessalonians 3:14-15, അത് തന്നെ പറയുന്ന, അവരുമായിട്ട് കൂട്ടുകെട്ട് പാടില്ല. ഏത് രീതിയിലുള്ള കൂട്ടുകെട്ടും നമ്മുടെ മനസ്സിൽ തിന്മയ്ക്കെതിരെയുള്ള പ്രതിരോധത്തെ ഇല്ലാതെയാക്കും. ആ പ്രതിരോധം ഇല്ലാതാകാൻ പാടില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം 1:1 അതിൽ നിന്ന് മാറി നിൽക്കുവാൻ പറയുന്നത്. 2 തെസ്സലോനിയൻസ് 3:14-15 അവരിൽ നിന്ന് അകന്നുമായിട്ട് കൺസിഡർ ചെയ്യാനല്ല, എന്നാൽ അവരിൽ നിന്നൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. 1 തിമോത്തിയോസ് 6:3-5 ഇതേ വിഷയം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. 1 തിമോത്തിയോസ് 6:3-5 ഡീറ്റെയിൽ ആയിട്ട് ഓർപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള ആളുകളോട് വാദപ്രതിവാദത്തിന് പോയി കഴിഞ്ഞാൽ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. നേരെ മറിച്ച് കേൾക്കുന്ന ആളുകളുടെ വിശ്വാസം കൂടെ നഷ്ടപ്പെട്ടു പോകും. ഉപദേശ വിഷയത്തിൽ വാദപ്രതിവാദം ചിലർക്കൊരു ഹരമാണ്. ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടിയല്ല. എനിക്കെല്ലാം അറിയാം, എന്നോട് ഡിബേറ്റ് ചെയ്ത് ആർക്കും ജയിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷം എടുത്താല് 2015 തൊട്ട് 2025 വേർപാടുകാര് ഉപദേശ വിഷയത്തിൽ പബ്ലിക്കലി നടത്തിയിട്ടുള്ള എല്ലാ ഡിബേറ്റും നമുക്ക് നാണം കേടിന് കാരണമാണായത്. ഉപദേശം സ്ഥാപിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, നാണം കേടിന് കാരണമായി കേട്ട ധാരാളം ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഉപദേശ വിരോധികൾക്ക് വലിയ സന്തോഷമായി പോയി. ഡിബേറ്റ് കഴിഞ്ഞു, എല്ലാം തീർന്നു. എന്നാൽ ഡിബേറ്റ് ചെയ്ത ആളുകൾ ഇന്നും വേർപാടുകാർക്ക് അവരെ ഡിബേറ്റിൽ തോൽപ്പിക്കാൻ സാധിച്ചില്ല എന്ന് കൊട്ടിഘോഷിക്കുന്നു. പ്ലസ് കഴിഞ്ഞ 10 വർഷങ്ങളിലുള്ള ഡിബേറ്റിൽ കണ്ട ഒരു കാര്യം, ഒരു നല്ല ശതമാനം വേർപാടുകാരെ, ഡിബേറ്റിന് പോയ വേർപാടുകാര് യാതൊരു രീതിയിലുമുള്ള പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പില്ലാതെ പോയി. വിരോധികൾ തയ്യാറെടുപ്പോടെ മാത്രമല്ല വന്നത്, ഡിബേറ്റിൽ വളരെ വഞ്ചന നിറഞ്ഞ തന്ത്രങ്ങൾ ഉപയോഗിച്ചു. വേർപാട് വിശ്വാസികൾക്ക്, സഭയ്ക്ക് അതൊരു നാണംകേടിന് കാരണമായി. ദൈവവചനം ഓർപ്പിക്കുന്നത്, വചനവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന ആളുകളോട് വാദപ്രതിവാദമല്ല, അവരെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഉപദേശം തർക്കവിഷയമല്ല, ഉപദേശം വാദപ്രതിവാദത്തിനുള്ള കാര്യമല്ല. ഉപദേശം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. അത് വാദപ്രതിവാദത്തിൽ കൂടെയല്ല ഉപദേശം പഠിപ്പിക്കേണ്ടത്. ഉപദേശം പഠിച്ച് ആധികാരികമായ പ്രഖ്യാപനത്തിൽ കൂടെയാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള കാര്യം ദൈവവചനത്തിൽ നിന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട്, എന്നാൽ ഇത്രയും വാക്യങ്ങൾ നമ്മൾ എടുത്തൊന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാകും. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, ഗലാത്യർ 5:11. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവദാസനായ പൗലോസ് വ്യക്തിപരമായ ഒരു കാര്യം അവരോട് സംസാരിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ട ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകത, ഇത് ദൈവവചനമാണ്. ഇതിൽ ഓരോ വാക്ക് ദൈവാത്മാവിന്റെ ഇഷ്ടപ്രകാരവും ദൈവാത്മാവിന്റെ അനുവാദത്തോടെയും അറിവോടെയോടെ വന്നതാണെങ്കിലും എഴുതുന്ന ആളിന്റെ പേഴ്സണാലിറ്റിയുടെ അതിൽ കൂടെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ദൈവാത്മാവ് അനുവദിക്കുന്നു. അത് ബൈബിളിന്റെ ഒരു പ്രത്യേകതയാണ്. ബൈബിളും മറ്റു പല മതഗ്രന്ഥങ്ങളും തമ്മിലുള്ള ഒരു അന്തരം ഇതാണ്. അതുകൊണ്ട്
അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ എഴുത്തുകാരനായ പൗലോസ് പറയുന്നത്, ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്ന എന്ന് വരികിൽ ഇനി ഉപദ്രവം സഹിക്കുന്ന എന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. പൗലോസ് അവരെ ഓർപ്പിക്കുന്നത്, ഈ കൃപയുടെ സന്ദേശം പ്രസംഗിച്ചതുകൊണ്ട് പൗലോസിന് പ്രയോജനമൊന്നും ഉണ്ടായില്ല. നേരെ മറിച്ച് ജയിലിൽ പോകേണ്ടി വന്നു. എത്രയോ പ്രാവശ്യം ചാട്ടയം കൊണ്ട് അടി വാങ്ങിക്കേണ്ടി വന്നു. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ചാട്ടയം കൊണ്ട് ആളുകളെ അടിക്കുന്നത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പോഴൊക്കെ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് വടക്കേ ഇന്ത്യയിലെ ചാട്ടയം കൊണ്ട് അടിക്കുന്നത്. അതിനേക്കാളൊക്കെ വളരെ ക്രൂരമായ മർദ്ദനമായിരുന്നു പൗലോസിന്റെ സമയത്ത് ചാട്ടയം കൊണ്ട് അടിക്കുമ്പോൾ. കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. പൗലോസ് മരിച്ചുപോയെന്നും കണ്ട് പൗലോസിനെ കല്ലെറിഞ്ഞു കഴിഞ്ഞ് അബാൻഡൻ ചെയ്തു പോയിട്ട്, ഇതെല്ലാം എന്തിനാണ്? അതാണ് ഗലാത്യ വിശ്വാസികൾക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. അതാണ് ഗലാത്യ വിശ്വാസികളോട് പൗലോസ് ഓർപ്പിക്കുന്നത്, നിങ്ങൾ എൻ്റെ മക്കളാണ്, മക്കളെ പോലെയാണ്, ഒരു പിതാവിനെ പോലെ നിങ്ങൾ എന്നെ സ്നേഹിച്ചു. എൻ്റെ ബലഹീനതകൾക്ക് ഒരു രീതിയിലുള്ള അറപ്പ് കാണിക്കാതെ നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ശുശ്രൂഷിച്ചു, കൈക്കൊണ്ടു, എൻ്റെ വാക്കുകൾ ശ്രവിച്ചു. ആ ഞാന് ഉപദേശത്തിന് വേണ്ടി അല്ല നിൽക്കുന്നത് എങ്കിൽ പിന്നെ എന്തിനാ ഉപദ്രവം സഹിക്കുന്നത്? ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് ഉപദ്രവം സഹിക്കേണ്ടി വരുന്നത്. ഉപദേശം വിട്ടുകഴിഞ്ഞാൽ ഈ ഉപദ്രവം ഒന്നും സഹിക്കേണ്ടി വരത്തില്ല. സുഖമായിട്ട് എനിക്ക് വീട്ടിൽ കുത്തിയിരിക്കാം. എന്നോട് ഞാൻ ഈ ദുരുപദേശങ്ങൾക്കെതിരെ എഴുതുമ്പോൾ പലർ ചോദിക്കുന്ന ഒരു കാര്യം, അല്ലെ അഡ്വൈസ് ചെയ്യുന്ന കാര്യം, പ്രായം ഒത്തിരി ഒക്കെ ഖണ്ഡിക്കാൻ പോകുന്നത്. സെയിം തിങ്. എന്തിനാ കഷ്ടപ്പെടുന്നത്? അങ്ങനെ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ ഉപദേശം അധികം താമസിക്കാതെ ഇല്ലാതാകും. സമ്മിശ്രിത ജനം ടേക്ക് ഓവർ ചെയ്യുമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് പുറത്തുപോയി ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സമ്മിശ്രിത ജനം നിയന്ത്രണം കയ്യിലെടുത്തു. അഹരോൻ പോലും പേടിച്ചുപോയി. ദൈവം ഡയറക്ട്ലി ആജ്ഞ കൊടുത്ത് ജനം അത്രയധികം കൺട്രോൾ കയ്യിലെടുത്തു. ഇത് എല്ലാ തലമുറയിലും ഉള്ളത്. എന്തിനാ കഷ്ടപ്പെടുന്നത്? മറ്റുള്ളവർ പഠിപ്പിക്കട്ടെ, മറ്റുള്ളവർ പറഞ്ഞോട്ടെ എന്നുള്ളത്. ഇവിടെ പൗലോസ് അവരോട് തന്നെ പറയുന്നത്, ഞാൻ എന്ത് കഷ്ടം സഹിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളെ പോലെ കോംപ്രമൈസ് ചെയ്യാനായിരുന്നെങ്കിൽ ഈ കഷ്ടമൊന്നും സഹിക്കേണ്ടി വരത്തില്ലായിരുന്നു. കഷ്ടം സഹിക്കുന്ന ആർക്കും സന്തോഷമുള്ള കാര്യമല്ല. എന്നാൽ മക്കളെ, നിങ്ങളെ ഓർത്ത് ഞാൻ ഇത് സഹിക്കുന്നു. കാരണം നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്, നിങ്ങൾ വിശ്വസിച്ചത് വ്യർത്ഥമായി പോകരുത്. കാരണം വിശ്വസിച്ചു കഴിഞ്ഞ് പിന്മാറിപ്പോയാൽ രക്ഷ നഷ്ടപ്പെടത്തില്ലെങ്കിലും വിശ്വാസം വ്യർത്ഥമായി പോവും, കിട്ടേണ്ട പ്രതിഫലം ലഭിക്കത്തില്ല. ദൈവാത്മാവ് ഇവിടെ അങ്ങനെ ഒരു പേഴ്സണൽ അപ്പീൽ പൗലോസിനെ കൊണ്ട് നമ്മളെ ഓരോരുത്തരെ ഓർപ്പിക്കുന്നത്, നമ്മൾ ദൈവവചനം പഠിപ്പിക്കുകയും വേണം. നമ്മുടെ അണ്ടറിൽ പഠിക്കുന്ന ആളുകൾ നമ്മളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധമുള്ളവരാണെങ്കിൽ നമ്മൾ പേഴ്സണൽ അപ്പീൽ തീർച്ചയായിട്ടും ചെയ്യണം. ദൈവവചനം പഠിപ്പിക്കാൻ വേണ്ടി ഒരു സിംഗിൾ അപ്രോച്ച് അല്ല ഉള്ളത്. ദൈവവചനം പഠിപ്പിക്കുവാൻ വേണ്ടി പല രീതിയിലുള്ള അപ്രോച്ചസ് ഉണ്ട്. അതിലൊന്നാണ് പേഴ്സണൽ അപ്പീൽ. എല്ലായിടത്തൊന്നും വർക്ക് ചെയ്യത്തില്ല. എന്നാൽ നമ്മുടെ സ്വന്തം കുടുംബത്തിലുള്ള നമ്മുടെ മക്കള്,
നമ്മൾ ആത്മീക ജീവിതത്തിൽ നയിച്ച നമ്മുടെ ആത്മീയ മക്കൾ, അവരോടൊക്കെ പേഴ്സണൽ അപ്പീല് അത് വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ദൈവാത്മാവ് പൗലോസിനെ പ്രേരിപ്പിച്ചത് അങ്ങനെ ഒരു പേഴ്സണൽ അപ്പീൽ കൊടുക്കുവാൻ വേണ്ടി. അത് കഴിഞ്ഞ് ദൈവവചനം 12-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. ഈ അംഗച്ഛേദം ഇപ്പം സൗദി പോലുള്ള രാഷ്ട്രങ്ങളിലേ ഉള്ളൂ, അവിടെ പോലും അങ്ങ് ഇല്ലാതെ ആയിരിക്കുകയാണ്. എന്നാൽ ഒരു കാലത്ത് കൈവെട്ടുക, കാൽ വെട്ടുക, ഇത് കോമൺ ശിക്ഷയുടെ ഒരു പ്രാക്ടീസ് ആയിരുന്നു. അതുകൊണ്ട് ഈ കേൾക്കുന്ന ആളുകൾക്ക് അറിയാമായിരുന്നു ഈ പറയുന്നതിന്റെ സീരിയസ്നെസ് എന്തെന്ന്. ഈ അംഗച്ഛേദം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ എങ്ങോട്ട് പോയാലും അംഗച്ഛേദം ചെയ്ത ആളുകളെ കാണുമായിരുന്നെന്ന് ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനല്ല. സൊസൈറ്റിയിൽ കാണപ്പെട്ട കാര്യം, അല്ലെ കാണപ്പെടുന്ന കാര്യം, മോഷ്ടിച്ചു കഴിഞ്ഞാൽ കൈ വെട്ടും എന്നുള്ളത് ഷുവർ ആണെങ്കിൽ മോഷണം ഓൾമോസ്റ്റ് ഇല്ലാതെയാകും. അല്ലാതെ സമൂഹത്തിലെ എല്ലാവരുടെയും കൈ വെട്ടിക്കളയുകയല്ല ചെയ്യുന്നത്. ഒരാടെയോ രണ്ടുപേരുടെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മാറി നിന്നോളും. കേരളത്തിൽ ഇങ്ങനൊരു സമയമുണ്ടായിരുന്നു. നിങ്ങളൊക്കെ വേളുത്തമ്പി ദളവായെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. വേളുത്തമ്പി കുറച്ചങ്ങ് ഹാർഷായിരുന്നു. എന്നാൽ വേളുത്തമ്പിയുടെ സമയത്തായിരുന്നു മോഷ്ടിക്കുന്നവരുടെ കൈ വെട്ടിക്കളയുമായിരുന്നു. അതുകൊണ്ട് മോഷണമൊക്കെ പ്രാക്ടിക്കലി ഇല്ലാതെയായിരുന്നു. ഇന്ത്യയിലെ ഒരു ഫേമസ് ഒരു രാജാവിനെ കുറിച്ചും അതുപോലെ തന്നെ പറയുന്നു. അപ്പൊ ഈ വിഷയം ബേസിക്കലി ആളുകൾക്ക് അറിയാവുന്ന ഒരു വിഷയമാണ്. ചില സമൂഹങ്ങളിൽ കുറ്റകൃത്യത്തിന് അംഗച്ഛേദം ചെയ്യും. അതിന്റെ കാരണം കൊണ്ട് 1-2 ആളുകളുടെ അംഗച്ഛേദം ചെയ്തു കഴിയുമ്പോൾ ബാക്കി ആളുകൾ സൂക്ഷിച്ചോളും. ഇവിടെ പൗലോസ് പറയുന്നത് എന്റെ എമോഷൻ, പൗലോസ് തന്റെ എമോഷൻ പറയുവാണ്. നിങ്ങളെ കലഹിപ്പിക്കുന്നവർ ആക്ച്വലി നിങ്ങളുടെ ആത്മീക ജീവിതത്തെ നശിപ്പിക്കുകയാണ്. അങ്ങനെ നശിപ്പിക്കുന്നവരുടെ അംഗച്ഛേദം ചെയ്താൽ നല്ലതായിരുന്നെന്ന ആങ്സൈറ്റി, ആ പിതാവിന്റെ ആങ്സൈറ്റി, പിതാവിന്റെ ഹൃദയവേദന ഈ വാക്യത്തിൽ കൂടെ കടന്നു വരികയാണ്. ഇതിൽ നിന്ന് 2 കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അപ്പോസ്തലനായ പൗലോസ് അയച്ച് സഭകൾ സ്ഥാപിച്ചപ്പോൾ ആ സഭകൾക്ക് വേണ്ടി എത്രയോ വേദന അനുഭവിച്ചു. സഭ രൂപീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുപേരെ ഒന്നിച്ചുകൂടി ഒരു ഫംഗ്ഷൻ അങ്ങ് നടത്തി ബൈ ബൈ എന്ന് പറഞ്ഞാൽ അതല്ല സഭ രൂപീകരണം. ഒരു പിതാവിനെ പോലെ മക്കളെ വളർത്തുന്നതാണ്. അതിന് ഇങ്ങനെ ഹൃദയവേദന ഉണ്ടാകുന്ന ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നത്, തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവർ അവർ നമ്മുടെ സിമ്പത്തി അർഹിക്കുന്നില്ല, നമ്മുടെ സ്നേഹം അർഹിക്കുന്നില്ല, കൂട്ടായ്മ അർഹിക്കുന്നില്ല, സിമ്പത്തി അർഹിക്കുന്നില്ല. അവരിൽ നിന്ന് അകന്നു നിൽക്കേണ്ടത് ആവശ്യമാണ്. ഈവൻ കട്ട് ഓഫ് ചെയ്താൽ പോലും കുഴപ്പമില്ല എന്ന് ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നു. തീത്തോസ് 1:10-11 ഇവരുടെ വായ അടയ്ക്കണം എന്ന് പറയുന്നുണ്ട്. വായ അടയ്ക്കാൻ ആർക്കും സാധിക്കത്തില്ല. ടേപ്പൊട്ടിച്ചും നല്ല വായ അടയ്ക്കുന്നത്. തെറ്റ് പഠിപ്പിക്കുന്നവര് അവരെ വേണ്ട രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് എംഫാറ്റിക്കലി പറഞ്ഞെങ്കിലേ വായ അടയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അവരെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കേണ്ടതാണ്. അത് 2 കൊരിന്ത്യർ 11:13-15 ഓർപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 11:13-15 ഓർപ്പിക്കുന്നത് ദൈവജനത്തെ ഉപദേശ വിഷയങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുടെ അന്ത്യം വളരെ സീരിയസ് ആയിരിക്കും. അവർ അവരുടെ ജീവിതത്തിൽ പാപം ചെയ്തതുപോലെയല്ല ദൈവജനത്തെ
ദൈവവചനത്തെക്കുറിച്ചും ഉപദേശത്തെക്കുറിച്ചും തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായ വഴിയിൽ നടക്കാൻ പ്രേരിപ്പിച്ചത്. ഒരു വ്യക്തി തെറ്റായ വഴിയിൽ നടന്നാൽ ഒരു വ്യക്തിയാണ് നശിച്ചു പോകുന്നത്. എന്നാൽ ഒരു വ്യക്തി ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ അനേകരെ തെറ്റായ വഴിയിൽ പോകുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. ഇതോടെ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ സെക്ഷൻ തീരുകയാണ്. 1-ാമത്തെ സെക്ഷനിൽ ഒന്നോട്ട് ക്രിസ്തുവിൽ കൂടെ ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുക. അത് പറയാൻ എളുപ്പമാണ്. എന്നാൽ ഈ സ്വാതന്ത്ര്യം വ്യക്തികളുടെ ഇടയ്ക്ക് വിളംബരം ചെയ്ത വ്യക്തി പൗലോസിനെ പോലെ ഒരു പിതാവിന്റെ ഹൃദയം കാണിച്ച്, ആ വ്യക്തി ആരുടെ മധ്യയാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം വിളംബരം ചെയ്തത്? അവർക്ക് വേണ്ടി ഹൃദയം നൊന്ത് അവരെ നയിക്കണം എന്ന് ദൈവാത്മാവ് ഈ 12 വാക്യങ്ങളിൽ ഓർപ്പിക്കുന്നു. അവരെ പ്രബോധിപ്പിക്കണം. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ അണ്ടറിൽ ആരൊക്കെ ഉണ്ട് അവരെ ഓർപ്പിക്കണം. നമ്മുടെ അണ്ടറിൽ എന്ന് പറയുമ്പോൾ മൂപ്പന്മാര് സഭയിലുള്ള മെമ്പേഴ്സിനെ പഠിപ്പിക്കാൻ വേണ്ടി കടപ്പെട്ടവരാണ്. മൂപ്പന്മാരും ഡീക്കൻസും, മൂപ്പനും ഡീക്കനും അല്ലാതെ തന്നെ ടീച്ചിങ് മിനിസ്ട്രി ഉള്ളവർ. എങ്ങും തൊടാത്ത മെസ്സേജസ്, കർണരസമാർ ഉള്ള പ്രസംഗങ്ങൾ, അതല്ല ദൈവസഭയ്ക്ക് വേണ്ടത്. ദൈവസഭയ്ക്ക് വേണ്ടത് വിശ്വാസികളെ വിശ്വാസത്തിലും വേർപാടിലും വിശുദ്ധ ജീവിതത്തിൽ ഉറപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജാണ് വേണ്ടത്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി അതിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള മെസ്സേജാണ് വേണ്ടത്. അങ്ങനെ മെസ്സേജ് ദൈവജനത്തിന് കൊടുക്കുന്നത് മൂപ്പന്മാര്, ഡീക്കൻസ്, അതല്ലാതെ സഭയിൽ ടീച്ചിങ് മിനിസ്ട്രി ഉള്ളവർ. എന്നാൽ ഇവർ മാത്രമല്ല, വേർപാട് സഭയിൽ എല്ലാ വിശ്വാസികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അവർ ഉപദേശ വിഷയങ്ങളിലും പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് വാ പൊളിച്ചു കഴിഞ്ഞാൽ ദൈവവചന സത്യങ്ങൾ സംസാരിക്കണം എന്നുമാണ്. റോമാലേഖനം അത് വ്യക്തമായിട്ട് ആവർത്തിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ ദൈവവചനം, അതിന് റോമാലേഖനത്തിൽ ഒരു വാക്കുണ്ട്. അത് ഇപ്പൊ നമ്മുടെ വിഷയമല്ല, അതുകൊണ്ട് ഞാൻ ആ വാക്കിലോട്ട് പോകുന്നില്ല. എന്നാൽ നൂഥേസിയ എന്ന, നിങ്ങൾ വായ് തുറന്ന് സംസാരിക്കുമ്പോൾ നൂഥേസിയായോടെ സംസാരിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ദൈവാത്മാവ് പറയുന്നു. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പരസ്പരം പ്രബോധനത്തോടെ സംസാരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് റോമാലേഖനത്തിൽ ദൈവാത്മാവ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-12 പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി എന്നുള്ളത് മാത്രമല്ല, ഈ വിഷയം മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാനും ദൈവാത്മാവ് നമ്മിൽ ഓരോരുത്തരെ സഹായിക്കട്ടെ.